ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഇടിയപ്പവും കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. ഈ കപ്പിന് 3/4 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പാക്കറ്റിൽ കിട്ടുന്ന പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അതാണ്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടിയപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് വരുമ്പം ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കത്തില്ലേ, അതിനേക്കാൾ സോഫ്റ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റായിട്ടും കിട്ടുവേ. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാമേ. ഈ കിഴങ്ങ് കറി ഉണ്ടാക്കാം. ഇതിന് കിഴങ്ങ് കറി എന്നും സ്റ്റൂ എന്നും ഒക്കെ പറയും കേട്ടോ. ഞാൻ ഇതിന് കിഴങ്ങ് കറി എന്നാണ് പറയുന്നത്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നീട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാമേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കിഴങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. പൊടിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തതിന് ശേഷം ഇതിൽ തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാമേ. ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാമേ. 1 കപ്പ് 1/4 പാൽ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാണ്. സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. തുറന്ന് നോക്കാമേ. ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇടിയപ്പം ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കത്തില്ലേ പൊടി, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ കിഴങ്ങ് കറിയിലെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സ്റ്റൂ എന്നും പറയും കേട്ടോ. ഞാനിതിന് കിഴങ്ങ് കറി എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.